ഇവിടെ വന്നത് പിന്നെ മഴയോട് മഴയായിട്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് തുള്ളിമുറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഞാനൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കുകയാണ്. മഴ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങാറേ ഇല്ല. ഈ ഒരു സമയത്ത് നമ്മൾ അവിടെ ഇറങ്ങി കുറച്ചൊന്ന് പാടുവിട്ടാണ്. കാരണം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അങ്ങനെ കുറേ ദിവസമായിട്ട് ഞാൻ നോട്ടിട്ട് വെച്ചിരുന്നത് ഒരു സാധനമാണ് ഇത് കേട്ടോ. ഇന്ന് ഒടിഞ്ഞ് വീണ് കിടക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ മനസ്സിൽ കണ്ടതേ ഉള്ളല്ലോ, സാധനം എന്തായാലും ഒടിഞ്ഞ് വീണല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു. പക്ഷേ ഇതെന്തോ നല്ല രീതിയിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഇലകൾ ഒടിഞ്ഞ് വീണു. ഇത് നമ്മുടെ അവിടെയൊക്കെ വട്ടയില എന്നായിട്ട് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്ന് പറയണം കേട്ടോ. ഇത് നമുക്ക് ഇലയപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ അടയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ഇലയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഒന്ന് വെച്ചാൽ അമ്പലത്തിൽ പായസം കിട്ടത്തില്ലേ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ നേർച്ചയായിട്ടൊക്കെ പൊങ്കാലയൊക്കെ എടുത്തില്ലേ. അപ്പോഴത്തേക്ക് പണ്ടൊക്കെ ഇങ്ങനെ വാഴയില അങ്ങനെ ചുരുക്കം അങ്ങനെ ചിലവരുടെ കയ്യിൽ കാണും. വട്ടയില പറിച്ചുകൊണ്ട് വെച്ചേക്കാം. നമ്മുടെ അവിടെയൊക്കെ വട്ടയില ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറമ്പിലും തൊടിയിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വട്ടയില പറിച്ചുകൊണ്ട് വെച്ചിട്ട് അതിനകത്ത് എല്ലാവർക്കും പായസം കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ പായസം ചൂട് പായസം അതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ നമ്മളതിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഈ ഒരു ഇലയുടെ ടേസ്റ്റും പായസത്തിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് ഞാൻ ഇലയപ്പം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നു. ഇവിടെ വാഴയില്ല കേട്ടോ. നമ്മൾ പോയിടത്തെല്ലാം വാഴയുടെ കൂട്ടങ്ങളെ കാണും, പക്ഷേ ഇവിടെ വാഴയില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് ഇലയപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ വട്ടയിലേക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. കുറേ നാളായി ഇതിനകത്ത് ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ അത് ഒടിഞ്ഞ് വീണത് കൊണ്ട് കുറച്ച് ഇല നോക്കി നല്ലത് നോക്കി പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ കിടക്കട്ടെ, പിന്നെ നമുക്ക് എന്തായാലും ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പം വാടി പോകത്തില്ലായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അതിൽ നിന്ന് കുറച്ചേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കുറേ കഴിഞ്ഞ് ഞാൻ പിന്നെയും മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അത് ഒടിഞ്ഞ് താഴത്തോട്ട് വീണിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇനി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പിന്നെ നോക്കിയിട്ട് ഇനി പോയിരുന്നു. പിന്നെ ഇന്ന് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച ഒരു റെസിപ്പീൻ്റെ വീഡിയോസാണ് ഞാനിന്ന് ഉൾപ്പെടുത്താൻ പോകുന്നത്. രസത്തിൻ്റെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ചേച്ചി രസത്തിൻ്റെ റെസിപ്പീസ് ഇടുവോ എന്ന്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ചിറ്റ ഉണ്ടാക്കുന്ന രസം അടിപൊളി ടേസ്റ്റ് ആട്ടോ. സംഭവം അതുണ്ടെങ്കിൽ എനിക്ക് വേറെ കറികളൊന്നും വേണ്ട. ചിറ്റയുടെ പോകുന്ന സമയത്ത് ഒരു രസവും പിന്നെ ഒരു ഉണക്കമീൻ, അവിടുത്തെ ഉണക്കമീൻ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാം. മത്തിയൊന്നും അല്ല, നമുക്ക് ഈ വാളമീൻ കിട്ടത്തില്ലേ, ആ ഒരു ടൈപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് രണ്ടും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വേറെ ഒന്നും വേണമെന്നില്ല. അപ്പോൾ ആ ഒരു രസത്തിൻ്റെ റെസിപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ മല്ലിയില രണ്ടായിട്ട് ഞാൻ പകുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം അതിൻ്റെ മേലത്തെ ആ ഒരു കിളിർപ്പ് വരുമല്ലോ, അതും മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല കട്ടിയുള്ള കമ്പും അതൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല കേട്ടോ, ചതച്ചെടുത്താൽ മാത്രം മതി. പിന്നെ വെളുത്തുള്ളി ഞാൻ തോല് കളയാതെയായിട്ട് എടുത്തേക്കുന്നത്. എൻ്റെ തലയും വാലും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ ഒന്ന് കഴുകി എടുത്തിട്ട് അതാണെന്ന് ചതച്ചെടുത്തേക്കുന്നത് തോലോട് കൂടി. ഇനി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ അത് നല്ല കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ആദ്യം തന്നെ നമ്മൾ കടുവല്ല കേട്ടോ ഇതിനകത്ത് ഇടുന്നത്. നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴണ്ട് വരണ്ടോ. നല്ല രീതിയിൽ തീ കുറച്ച് വെക്കണം, ഇതില്ലെങ്കിൽ ഈ ഇലകളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിനൊരു പച്ചമണം മാറി ഒന്ന് മൂത്ത് വരത്തില്ലേ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ നമുക്ക് അതിനകത്ത് അധികം ഒന്നും വേണ്ട. മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ കുരുമുളക് പൊടി, കായം, ഇത്ര മാത്രം മതി കേട്ടോ. നമ്മൾ കുരുമുളക് ഇടുമ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജീരകപ്പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വ്യത്യാസം വരുത്താം കേട്ടോ. പിന്നെ നിങ്ങൾ എരിവിന് പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി അതിനകത്ത് കുറയ്ക്കുക. അല്ലെങ്കിൽ പച്ചമുളക് കുറവാണെങ്കിലും അതേപോലെ കുരുമുളക് പൊടി കുറച്ച് അധികത്തിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മളുടെ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് മീഡിയം സൈസ് 2 തക്കാളി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പുളിയുടെ അളവ് കുറച്ചാൽ മതി. അപ്പം പുളിപ്പ് അധികം അങ്ങനെ വരത്തില്ല. തക്കാളിയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഈ തക്കാളി നല്ല രീതിയിൽ വഴണ്ട് വരണം. അതായത് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരത്തില്ല ഈ കാണുന്ന പോലെ, ആ രീതിയിൽ നല്ല രീതിയിൽ വഴണ്ട എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിനകത്ത്
പുളി ചേർത്ത് കൊടുക്കുന്നത്. പുളിയാണെങ്കിൽ ഞാൻ കുറച്ച് ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിന് മാത്രമേയുള്ള പുളിയാട്ടം എടുത്തേക്കുന്നത്. ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല, തക്കാളി 2 എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ലപോലെ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ട് എല്ലാം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിനകത്തോട്ട് ഇനിയാണ് നമ്മൾ ആ മാറ്റി വെച്ച മല്ലിയിലയില്ലേ അതിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു നാമ്പ് ഭാഗമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് ആ ഇലകൾ മാത്രമായിട്ട്. അതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. തിളയ്ക്കുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അപ്പോഴേ തീ ഓഫ് ചെയ്യുക. പിന്നെ തിളയ്ക്കാൻ വേണ്ടി വിട്ടു കൊടുക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം അവിടെ പോയി കേട്ടോ, പിന്നെ ആ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ തിളയ്ക്കുന്നതിന് മുന്നേ ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെക്കുക. ഇത് ഞാൻ അലൂമിനിയം പാത്രം ആയതുകൊണ്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സംഗി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സംഗിയായിട്ട് ഞാനൊന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയാണ്. കുഞ്ഞനപ്പം വരുന്ന വഴിക്ക് ഒരു ബൈക്ക് കൊണ്ടുവച്ച് കാറിലിടിച്ചു. പക്ഷെ ആർക്കും ഒരു കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴാട്ടോ ഒരു സമാധാനമായി. ഇപ്പം അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കൊണ്ടുവച്ച് ഇടിച്ച് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് നമുക്ക് പിന്നെ ഭാവിയിൽ അത് എന്നും ഉള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. ഇപ്പം നമ്മളിടന്ന് അനുഭവിക്കുന്ന കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ തട്ടിയെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് പേടിയാണ്. പിന്നെ കുഞ്ഞിന് ബ്രേക്ക് നല്ല രീതിയിൽ ചവിട്ടിയത് കൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ട് ചെറുതായിട്ട് കാലിനുണ്ട്. എന്നാലും കുഴപ്പമില്ല, ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളാണെങ്കിൽ ഈ വാഷിംഗ് മെഷീൻ കൊണ്ട് വെച്ചിട്ട് അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കണക്ടർ എന്ന് പറയുന്ന സാധനം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് മേടിക്കാനാണ് പോയത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു അഡീഷണൽ വരുന്നൊരു സാധനം കേട്ടോ, ഈ ഒരു ട്യൂബിനകത്ത് തന്നെ. ആ ട്യൂബിനകത്ത് അതില്ലായിരുന്നു കൊടുത്ത് വിട്ടിരുന്ന സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം പോയി തപ്പിയറിഞ്ഞെങ്കിലും നമുക്ക് ആ ഒരു സാധനം കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു ട്യൂബ് ഫുള്ളായിട്ട് മേടിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കുഞ്ഞൻ വന്നപ്പം തൊട്ട് ഇങ്ങനെ അത് ശരിയാക്കാൻ നോക്കുകയാണ്. പക്ഷേ ആ ഒരു പൈപ്പിനകത്ത് ഇത് പറ്റുന്നില്ല. ഇനി വേറെ പൈപ്പ് വാങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ തുടച്ച് ഇന്നപ്പം ചെറുതായിട്ട് നിർത്തടിച്ചു കേട്ടോ. വാഷിംഗ് മെഷീനകത്ത് നിന്ന് അതിൻ്റെ മുകളിൽ തൊടാൻ പറ്റത്തില്ല. അതിൻ്റെ ആ ഒരു സ്ക്രീൻ പോലത്തെ ഇല്ല, അത് ഇളകിയിരിക്കുക കേട്ടോ. അപ്പോൾ അത് തൊടുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ എറുത്തടിക്കുന്നുണ്ട്. ഓണായി കിടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. കുഞ്ഞിനെ ഓണായി നോക്കിയതായിരുന്നു വെള്ളം വീഴുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചെറുതായിട്ട് നിർത്തടിച്ചിട്ടോ. ഒരുമാതിരി ഒരു പെരുപ്പ് പോലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു കാര്യം പരാജയപ്പെട്ടു. ഇനി നാളെ നമുക്ക് ഇവിടുന്ന് പ്ലംബറെ എങ്ങനെ വിളിച്ച് നോക്കിക്കാമെന്നും പറഞ്ഞിട്ടാണ്. അങ്ങനെ ചായയൊക്കെ ഇട്ടു. പിന്നെ ഇത് സംഗി വന്നപ്പം കൊണ്ടുവന്ന കേട്ടോ. ചിറ്റ പോയപ്പോഴത്തേക്ക് ചിറ്റയുടെ കൂടെ ശാലുവും മമ്മിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ചിറ്റ കർട്ടനൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കർട്ടൻ ഈ ഒരു ജനലിന് പറ്റത്തില്ല കേട്ടോ. ജനൽ കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിന് ലെങ്ത് കുറവാണ്. ഇനി അപ്പുറത്തെ മുറിയിലെങ്ങാനും ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ വേറെ മേടിക്കണം കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് കർട്ടനൊന്നും മേടിച്ചിട്ടില്ല. അവിടെ പിന്നെ കർട്ടൻ ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ മേടിച്ചിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി പുതിയത് രണ്ട് മൂന്നല്ല എല്ലാ റൂമിലേക്കും മേടിക്കണം. പിന്നെ സംഗി വന്നപ്പോഴത്തേക്ക് മമ്മിയാണെങ്കിൽ അവളുടെ കയ്യിൽ ചക്കയും മീൻകറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാട്ടോ. അപ്പോൾ അവൾ പെട്ടെന്ന് ഇന്ന് വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. ഇന്ന് രാത്രിയിലേക്ക് ഇനി എന്തായാലും ഇത് മതി. പിന്നെ സംഗി എന്തായാലും കഴിക്കത്തില്ല കേട്ടോ ചക്ക. അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ മിച്ചർ, മധുരയിലെ മിച്ചർ അടിപൊളിയാണെന്ന്. കുഞ്ഞിതാണ്ടോ. അതിനകത്ത് ഇങ്ങനെ വേറെ പയർ പോലത്തേക്ക് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷെ അന്നത്തേൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ഒരു ടേസ്റ്റ് അത്ര അങ്ങോട്ട് വരുന്നില്ലാത്ത പോലെ. എനിക്ക് സംഗി പറയായിരുന്നു അന്നത്തെ ടേസ്റ്റ് ഇപ്പോൾ ഇല്ല ചേട്ടാ എന്നിങ്ങനെ പറയായിരുന്നു കേട്ടോ ചേട്ടൻ കൊടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അച്ചപ്പം, പിന്നെ ഇത് ബിരിയാണി മസാല കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ ബിരിയാണി അടിപൊളി ടേസ്റ്റ് കേട്ടോ. വേറെ ടേസ്റ്റാണ്, നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെയല്ല. മസാലയൊക്കെ ചേർന്നിട്ട് വരുന്ന വേറെ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ചിറ്റ വന്നപ്പോൾ ഞാൻ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നെന്ന് അറിയാവോ. ആ പ്ലാനിങ് എല്ലാം തേഞ്ഞൊട്ടി പോയത് നമ്മുടെ വീട് മാറൽ ആ ഒരു ടൈം ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെല്ലാം കറിയുടെയൊക്കെ റെസിപ്പീസ് കാണിക്കാമെന്നും പറഞ്ഞൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഒരുപാട് കറികളുടെയൊക്കെ റെസിപ്പീസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാം വേറെ രീതിയിൽ അവിടെ ഉണ്ടാക്കുന്ന ടൈപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിറ്റയുടെ കറികളൊക്കെ അടിപൊളിയായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പീസൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്ന സമയത്തല്ല ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ ചിറ്റയ്ക്കും വന്നിട്ട് നിൽക്കാൻ സമയമില്ലായിരുന്നു, ചിറ്റി അങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു. സംഗി അവിടെ അപ്പുറത്തെ മുറിയിൽ ഞാൻ ഇങ്ങനെ ഉണങ്ങിയ തുണികളെല്ലാം ഇങ്ങനെ ഇട്ടേക്കായിരുന്നു മടക്കാൻ വേണ്ടി. പിന്നെ അവൾ വന്നത് അതെല്ലാം മടക്കി കൊണ്ടുവന്നു, എല്ലാം അതത് സ്ഥലത്തൊക്കെ വെച്ച് തന്നു കേട്ടോ. വലിയ ഉപകാരമായി. ഞാനിങ്ങനെ പറയായിരുന്നു ഒരാളെ കാത്ത് ഞാൻ ഇരിക്കുമായിരുന്നു എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നാളെ അവൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട്
കഴിഞ്ഞിട്ടായിരുന്നു അവൾ വന്നത്. പിന്നെ നമ്മൾ ഈ ഇട്ട വീഡിയോ സൺഡേക്ക് മുന്നേ ഉള്ള ദിവസങ്ങളിൽ എടുത്ത വീഡിയോ ആട്ടോ. ഇത് ഇടാൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അന്ന് കുറേ വീഡിയോ പെൻഡിങ് വന്നുകൊണ്ട് ഏതൊക്കെയാണ് ഇടേണ്ടതെന്ന് ഏതൊക്കെ ഇട്ടേന്നൊന്നും എനിക്ക് ഓർമ്മയിലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പെൻഡിങ് വന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, സീ യു.